നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് വേണ്ടി ഇനിയുള്ള റൈഡ് നമ്മൾ ഇതിൽ പോയിക്കോളാം. നമ്മളെ വണ്ടിന്റെ ദയനീയമായ അവസ്ഥ വരെ നമ്മൾ ഇനി ടൈഗറിലായിരിക്കും. അതെ യാസീന, ഇത് കുറച്ച് ചെലവ് കൂടിയ പരിപാടിയാണ് ഇതിന് തിന്നാൻ കൊടുക്കല്. കുഴപ്പമില്ല, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യമായിട്ടാണ് റൈഡിന്റെ ഇടക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത്. പരിപ്പിനുള്ള ഉള്ളി, തക്കാളി, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പൊ ഗൈസ് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് വെച്ച് വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കുറച്ച് കോവിഡ് കേസ് കൂടുതലല്ലേ? ഗുവാഹട്ടിയിൽ കുറച്ച് പ്രശ്നമുണ്ട്. എല്ലാവരും ഇടുന്നുണ്ടാവും. മാത്രമല്ല ഗുവാഹട്ടിയിൽ കേസ് കൂടുതലാണ്. ഇവിടെ നൈറ്റ് കർഫ്യൂ ഒക്കെ ആണ്. അപ്പോൾ നമ്മളെ ബൈക്കിൻ്റെ സാധനങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ KTMന്റെ സർവീസ് സെൻ്ററിലാണ് ഉള്ളത്, ഗുവാഹട്ടി 6th മൈൽ അല്ലേ? അപ്പോൾ നമ്മളെ വണ്ടി അവിടെ കേൾക്കാൻ വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് എന്തൊക്കെ പണിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക്, ചെയിന്, സോക്കറ്റ്, ക്ലച്ച് കേബിള്, ആക്സിൽ കേബിള്, ഗ്ലാസ്, പിന്നെന്താ മിറർ, അത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ സിൽച്ചാറും ചെയ്താ. ബാക്കി നമ്മളെല്ലാ ഓയിലും കാര്യങ്ങളും ഫുള്ള്, റേഡിയേറ്ററിൻ്റെ ഓയില്, പിന്നെ ബ്രേക്ക് ഓയിൽ, ഗിയർ ഓയിൽ, എല്ലാ സാധനവും നമ്മൾ മാറ്റിയിരുന്നു. പക്ഷേ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് എന്താ പണി കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ രാവിലെ അയച്ചു നോക്കി നമ്മളെ ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റ് ഇല്ല, നമ്മൾ അന്ന് ഇംഫാലിൽ നിന്ന് മാറ്റി ആ സെയിം സാധനം തേഞ്ഞ് തീർന്നു പോയി. അപ്പോൾ വണ്ടിക്ക് എന്തോ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്. കാരണം 5000 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ എന്നൊക്കെയൊന്നു, 5000 ആയിട്ടേ ഉണ്ടാവുള്ളൂ. അന്നത്തിന് ആ സാധനം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സർവീസിന് വണ്ടി ഇവിടെ കയറ്റിയിട്ടുണ്ട്. ഇനി എന്തെല്ലാം ആവും, എത്ര പൈസയാവും, അതെ നമ്മൾ വീട്ടിൽ തിരിച്ചു വരുന്നതാണ്. പക്ഷെ വേറെ സീനുണ്ട്. നമ്മൾ ഏകദേശം 12,000 റുപ്യ ചിലവായത് ഈ സാധനം ഇവിടെ എത്തിക്കാൻ. അതിന് ഇന്ന് എത്ര ആവുമെന്ന് പഠിച്ചവന് മാത്രം അറിയല്ലേ. ഏകദേശം ഞങ്ങൾ എന്തായാലും ചെയ്യും. കാരണം നമുക്ക് ഒരു സ്പെഷ്യൽ സ്ഥലത്തോട്ടാണ് ഇനി പോകാനുള്ളത്. ആർക്ക് പോകുന്നേരം വണ്ടിയൊന്നും കണ്ടീഷൻ ആയില്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിനാട്ടിലും കുറച്ചുകൂടി ഡേഞ്ചർ ആയി പോകും അല്ലേ? അങ്ങനെ ആയി പോകാതിരിക്കാൻ നമ്മളെല്ലാ പണിയെടുക്കും. അപ്പോൾ നമ്മൾ ഇനി വണ്ടി പണിയെടുത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആവുക, അല്ലെ പണിയെടുക്കുന്നതൊക്കെ കാണണ്ടോ, സെറ്റപ്പ് ആക്കി കുട്ടപ്പനാക്കി ഇറക്കണം നമ്മളെ ബൈക്കിനെ. കാരണം പുതിയ വണ്ടിയായിരുന്നു. ഇപ്പോൾ 30,000 കിലോമീറ്റർ അല്ലേ? ഞങ്ങൾ 10,000 എബോ ഓടി, കറക്റ്റ് അറിയില്ല. നാട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം 10,000 അധികം ഓടിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പണികളൊക്കെ കാണിച്ചു കൊടുക്കട്ടോ. അപ്പോൾ കഴിച്ച് നമ്മൾ ഇതാക്കുന്ന വണ്ടിയൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഇവിടെ ഗ്യാരേജിലെത്തി. വേറെ കാര്യമുണ്ട്, നമ്മൾ ഇത് ഇന്നലെ നമ്മൾ വണ്ടി നന്നായിട്ടുണ്ട് അല്ലേ? കൊടുത്ത അന്ന് തന്നെ വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ആയി. ഇവിടുത്തെ KTM ഭയങ്കര സഹകരണം. അതിന് വണ്ടി അവിടെ വെച്ച സമയത്ത് തന്നെ പരിപാടി ചെയ്ത് തന്നു. നമ്മളെ പുതിയ ചെയിൻ സ്പോക്കറ്റ് വന്നു. അതെ അതെ, ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനാണല്ലോ. യെസ്, ഞങ്ങൾ രണ്ടുപേരും മുടിയോ താടിയൊക്കെ വെട്ടി ശരിയാക്കിട്ടോ. എല്ലാരും ഇതാരാണ് അറിയോ? അപ്പൊ ഇനി ആരും മറക്കണ്ട, ഇവന്മാര് നമ്മളെ കൂടെ ഇനി അടുത്ത ലാലു ഫാൻസ് ആണ്. അപ്പൊ നമ്മൾ ഇനി 4 പേരല്ല 6 പേര് കട്ടക്കുന്നവരാക്കിട്ടാ പോകുന്നത്. കാരണം ഇനി എന്തെങ്കിലും ഒരു സീൻ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ അണ്ണൻ ചവിട്ടോ. അതേ പറഞ്ഞുതരാം. യാസീൻ ആദ്യമായിട്ട് പണിയെടുത്തിട്ടോ. യാസീൻ കണ്ട കൈമ യാസീൻ എന്തൊരു ഉന്മേഷാണ്. 2 ദിവസമായിട്ട് പിന്നെ പോയതാ. പിന്നെ സത്യം പറയാം അബി ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കഥ പിന്നെ പറയാം. നമ്മളെ വണ്ടി ഇതാക്കണ കിടക്കുന്ന അവിടെ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വരും. നമ്മൾ ഇത്രയും വലിയ 2 വണ്ടി ഇവിടെ ഫ്രണ്ട് കയറ്റിച്ച് ആൾക്കാർ ചോദിക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഇതിന്റെ ഫാനാണ്. യെസ്, യാസീൻ ടൈഗർ ഫാൻ. ഞാൻ അഡ്വഞ്ചറിനെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ സ്പോർട്സ് സ്ട്രീറ്റ്. അടാ പിന്നുണ്ടല്ലോ യാസീനെ, ഒരേ ഒരു സാധനം നോർത്ത് ഈസ്റ്റിന് 1, ഇന്ത്യയുടെ വളരെ ചുരുക്കം ലിമിറ്റഡ് എഡിഷൻ സാധനം. എന്റെ മോനെ, ഈ വണ്ടിയൊക്കെ നേരിട്ട് കാണാനായല്ലോ അല്ലേ? നമ്മളെ അടുത്ത് ഇങ്ങനെ തൊടാനോ ഇടയ്ക്കിടയ്ക്ക് വണ്ടി സ്റ്റാർട്ടാക്കി ഇടാനോ ഒക്കെ അല്ലേ? ആടാ എന്റെ മോനെ, ഹൈറ്റുള്ളവർക്ക് പറഞ്ഞതാണ്. ടൈഗർ എത്തൂല. അതല്ല അബി, മുതലാളിന്റെ കേസ് അറിയോ? 4 ഫോർഡ് എൻഡവർ. ഇന്നലെ രാത്രി ഇവിടെ വന്ന് അവിടെ അപ്പുറത്തൊന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ നമ്മൾ എത്തിയ സ്ഥലത്ത് അതല്ല യാസീനെ, ഈ ഷോക്ക് കണ്ടു നോക്ക്. ഇത് കുത്തനെ വെച്ച് നമ്മളെ വണ്ടിന്റെ ഒക്കെ ചേരുന്നുണ്ടല്ലേ വെച്ച്. ഇത് വൻ ബൈക്ക് റിവ്യൂ ആട്ടോ. യാസീനെ പറഞ്ഞോ. ബൈക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല. നീ പറഞ്ഞു ഇതിന്റെ ഏറ്റവും ടോപ്പ് മോഡലാണ്. ഏറ്റവും BHP കൂടുതലായിരിക്കും.
ഈ വണ്ടി നമുക്ക് എത്രയും പെട്ടെന്ന് ഉള്ളിൽ കയറ്റി 310 കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ്. 310 നമ്മൾ 130 കയറിയാൽ തന്നെ പടപടയെന്ന് വിറച്ച് കയ്യും കാലൊക്കെ വിറയ്ക്കും. 310 എന്തായിരിക്കും അവസ്ഥ? 110 മുകളിലും കയറും ലോക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ. അപ്പൊ അണ്ണൻ ഇവിടുത്തെ മെയിൻ പണിക്കാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിളിച്ചിട്ട് അടുപ്പിച്ച് വെച്ചോ. ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. അതാ വരും 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 വരും. എന്റെ മോനെ എന്ത് രസാണ് കാണാന്. ആ കൂടി 5926 കിലോമീറ്റർ അതിലും നീ പോയ സിനിമയിലെത്തൂല. 2 ഘട്ടം എന്റെ മോനെ. ഇതാണ് കേട്ടോ ഇവിടുന്ന് നേരെ ചീറി നേരെ ഉണ്ടാക്കിയ സൗണ്ട്. ഇതിന്റെ സ്റ്റോക്ക് അല്ലല്ലോ? ആണോ? ഇത് സ്റ്റോക്ക് അക്രബോയ്ക്കാണ് സ്റ്റോക്ക് വരുന്നത്. ഇൻലൈൻ 4 അക്രബോയ്ക്ക. സ്റ്റാൻഡിൽ നോട്ടിൽ സ്റ്റാർട്ട് ആവില്ല. ക്ലച്ച് പിടിച്ചാൽ സ്റ്റാൻഡ് സ്റ്റാർട്ട് ആവാൻ സാധ്യത കുറവാ. ആ സ്റ്റാൻഡ് സ്റ്റാർട്ട് ആവില്ലല്ലോ. അന്നേ സ്റ്റാൻഡ് സ്റ്റാർട്ടാക്കിയ സ്റ്റാൻഡ് സ്റ്റാർട്ടാവും. മോനെ ഇതാണ് അതിന്റെ സൗണ്ട്. വണ്ടി ഓൺ ആയിട്ടുണ്ട്. എന്റെ മോനെ സൗണ്ടാണ്. എന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നുണ്ടാവില്ല ഇവിടെ. മോനെ മതിയടിയാ. അപ്പോൾ ഇവിടെ വൻ കോമഡി സീനാട്ടോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെ യാസീന് എന്താ കിട്ടിയ നമ്മളെ വണ്ടിയിലെ നമ്മളെ യാത്ര ചെയ്യാൻ പോകുന്ന വണ്ടിയാട്ടോ ഇത്. മോനെ പവർ. ഇത് സംഭവം ഇത് ബിഹൈൻഡ് ദ സീൻസ് ആട്ടോ. നമ്മളെ വീഡിയോ തുടങ്ങിയില്ല. ന്യൂട്രാവുന്നില്ലല്ലോ ദൈവമേ. ഇത് എന്റെ എത്ര കിലോ അധികം ഉണ്ട് യാസിനെ? നിന്നെ എത്ര വെയിറ്റ് അധികം ഉണ്ടാവും? അറിയില്ല. അവന്റെ ഹീറോ മറ്റേ ഒരാളെ കൊണ്ടുവരണോ? This bike is not for you, man. നിന്നെ തേച്ചണ്ണേ. ഇതെന്താ ന്യൂട്രാവാത്? അടാ ഇൻഡിക്കേറ്റർ ഉണ്ടോ? ഗിയർ ഇൻഡിക്കേറ്റർ, പൊസിഷൻ ഇൻഡിക്കേറ്റർ? അത് ഇങ്ങനെ ആവത്തുള്ളൂ. എന്നാലേ ആവുള്ളൂ ന്യൂട്രൽ. ഇവിടെ അബിന്റെ വൻ കണ്ടുപിടുത്തുണ്ട് കേട്ടോ. ആ ന്യൂട്രലായി. ആ സ്റ്റാർട്ട് ചെയ്തോ? ആ യാസിന്റെ ഡ്രീം ബൈക്ക്. യാസിന് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണല്ലേ? ഫ്രണ്ടിനോട് പോലെ ബാക്കിൽ മോനെ തീ പാറി വേക്കുന്നു. തീ പാറി മോനെ. നീ കടന്നു കളയോടാവേ. ഒറ്റ പോകുക. ഗുവാഹട്ടി സിറ്റി വിടുന്നതിന് മുമ്പ് എന്നെ പിടിക്കും. പക്ഷെ വേറെ സീനുണ്ട്. ഇവിടെ മെയിൻ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. 1000RR BMW 1000RR. എടാ 1000RR. അമ്മ അടുത്ത വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. 1000RR. ബാക്കിൽ നമ്മളെ ബുള്ളറ്റ് ഉണ്ട് കേട്ടോ. അതെ മോനെ പവർ. എന്റെ മോനെ സൗണ്ട് കണ്ട കൈ. മോനെ എന്താണ് അതിന്റെ പവർ? എന്താണ് സൗണ്ട്? ആരും ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. സ്റ്റോക്ക് വരുന്നത് അക്രോബോയ്ക്കിന്റെ ഇത് സെയിം അക്രോബോയ്ക്കിന്റെ സ്റ്റോക്ക് ആണോ? BMW 1000RR ഇത്. അപ്പൊ കഴിച്ച് നമ്മൾ ഇതാക്കണം, മുടിയൊക്കെ വെട്ടിതാക്കണം, എല്ലാത്തിന്റെയും കോലം മാറിട്ടോ. പക്ഷെ വിനു എന്നും ആടാ ഇതൊന്നും പഠിച്ചു കളയണ്ടേ? നമ്മളെ സബ്സ്ക്രൈബർ നമുക്ക് വേണ്ടി ഇനിയുള്ള റൈഡ് നമ്മള് ഇതിൽ പോയിക്കോളാം. നമ്മളെ വണ്ടിന്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ഇനി എന്റെ മോൻ കാണിക്കാതെ ടൈഗർ 25 ലക്ഷം രൂപയുടെ വണ്ടി നമുക്ക് 18 ലക്ഷം രൂപ. പിന്നെ അതിന്റെ വലിയ ആക്സസറീസ് ഉണ്ട്, കുറെ സ്പോർട്സ് ഗിയേഴ്സ് ഉണ്ട്. ഇവിടെ വെച്ച് ഇവിടെ മാറ്റി വെച്ച് എക്സ്പൾസ് അവന്മാര് എന്തോ ചെയ്തോട്ടെ അല്ലേ? നിങ്ങൾ ഡോക്കിലൊന്നുമില്ല. എക്സ്പൾസ് ഇവിടെ വെച്ചോ? ഏത് ഞങ്ങളുടെ ബ്രേക്ക് പാഡ് ട്രയംഫിന്റെ ബ്രേക്ക് പാഡ്. ഇന്ന് ബ്രേക്ക് പാഡ് വാങ്ങാൻ പോയ കഥ വലിയ കഥയാ. റൈഡ് കഴിയുന്നവരെ നമ്മൾ ഇനി ടൈഗറിലായിരിക്കും. അതെ
യാസീന ഇത് കുറച്ച് ചെലവ് കൂടിയ പരിപാടിയാണ് ഇതിന് തിന്നാൻ കൊടുക്കലേ. കുഴപ്പമില്ല, അതെ, കാശ് നമുക്കൊരു പ്രശ്നമല്ലോ. ഞങ്ങളുടെ കൂടെയുള്ള പുതിയ കാശുകാരനാട്ടെ. കാണിച്ചൂടെ ഇതാട്ടോ നമുക്ക് കിട്ടിയ വണ്ടീന്റെ കളറ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമ്മള് റെഡ് നമ്പർ പ്ലേറ്റ് ഇപ്പം അയച്ചു വെച്ചിരിക്കാം. വെക്കാൻ പറ്റൂല, പോകുന്നതിനെ വെച്ചാൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ ഇനി മുതൽ നമ്മള് ടൈഗർ നോക്കി അതിനെ പെയിന്റ് ചോട്ടില്ല. നമുക്ക് എക്സ്ചേഞ്ചിന്റെ 4 കിഡിലും ഫോഗ് ലാമ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെളിച്ചം കുറവായിരുന്നു. തുറന്നു കാണിച്ചാലോ. ട്രയംഫിന്റെ ബോക്സ്, ട്രയംഫിന്റെ തന്നെ കരിയർ സാഡിൽ ഏതായാലും 20,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു 2-3 മാസം നമ്മളെ കൂടെ കേരളത്തിലെത്തുന്ന വരെ ഇത്. അതിനുശേഷം പുള്ളിക്കാരൻ കേരളത്തിലോട്ട് വരും. നമ്മുടെ വണ്ടി കേരളത്തിലോട്ട് വരാം. ഇങ്ങനെയൊക്കെ പറയണമെന്ന് വലിയ ആഗ്രഹങ്ങളൊന്നും നടക്കൂല. ഈ ജന്മത്തിൽ നടക്കാൻ മതി, പക്ഷെ ഇപ്പൊ നടക്കൂല. ഏതെങ്കിലും കാലത്ത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഒരു 10 മില്യൺ വ്യൂകളൊക്കെ ഡെയിലി വരുത്തിച്ചു വന്നിട്ട് നമ്മൾ കോടീശ്വരന്മാരാവാം. കിട്ടും, ഇല്ലാതെ കിട്ടൂല. അപ്പൊ കിടിലൻ സാധനം തന്നെ അല്ലേ. ഇനി നമുക്ക് പോണ്ടേ വണ്ടി കൊണ്ട്. നാളെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങും. നാളെ നമ്മള് സിലിഗുരിക്കാട്ട് ഇറങ്ങുന്നത്. നമ്മളെ പ്ലാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. നമ്മള് എന്തായാലും നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഇറങ്ങണല്ലോ. അപ്പൊ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഇറങ്ങണേ കൊണ്ട് എന്തായാലും നമ്മൾ നാളെ സിലിഗുരി എല്ലാ വണ്ടിയും അങ്ങനെ പണി ഇറങ്ങിയിട്ടുണ്ട്. ഇവന്റെ വണ്ടി ഫുൾ പണി കാര്യങ്ങളൊക്കെ ചെയ്തതിന് അബിന്റെ വണ്ടിന്റെ ബ്രേക്ക് പാഡൊക്കെ അവിടെ അയച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, സാധനങ്ങളൊക്കെ ഫുൾ അയച്ചു വെച്ച്. ഇനി ഇതൊക്കെ പുതിയ സാധനം വെച്ച് കയറ്റണ്ടേ. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം. നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ജാക്കറ്റ് അലക്കിയിട്ട് 4 മാസത്തിന് ശേഷം ജാക്കറ്റ് അലക്കിയിട്ട് അവ ഇല്ലൊരു കഥയാ. ഇനി ഇതാണ് എൻ്റെ വേറൊരു വണ്ടി കേട്ടോ, 390 അഡ്വഞ്ചർ. 17 ബൈക്ക് അണ്ണൻ പിന്നെ വേൾഡ് റൈഡിലാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അണ്ണൻ ഫേസ് യൂട്യൂബിൽ കാണിക്കൂല എന്ന് പറഞ്ഞു. കാണിക്കാൻ മടി ഉണ്ടായിട്ടല്ല, അണ്ണനും വൈഫും ഉണ്ട്, രണ്ടും വേൾഡ് റൈഡിലാണ്. ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരിപ്പോ ഫേസ് കാണിക്കാൻ റിവീൽ ചെയ്യാൻ റെഡിയല്ല. അതുകൊണ്ടാ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതാ ആസാമിൽ വന്നിട്ട് ഗുവാഹത്തി റൈഡേഴ്സിനോടുള്ളതാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഇതാ മോട്ടോടോർക്ക് എന്ന് പറഞ്ഞ സ്ഥലം ജസ്റ്റ് ഗൂഗിളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ സ്റ്റേ കിട്ടുന്നതായിരിക്കും. അതെ, നമ്മളെ റൈഡേഴ്സ് മാത്രം കേട്ടോ. അത് ബൈക്കുമായിട്ട് നാട്ടിൽ നിന്ന് ഫുൾ വലിയ റൈഡിന് ഇറങ്ങുന്ന നോർത്ത് ഈസ്റ്റിൽ. ഞങ്ങൾ ടെന്റ് ഉണ്ടോ അവിടെ മുകളിൽ, നമ്മൾ അവിടെ ടെന്റ് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു റൈഡർ എന്നുള്ള രീതിയിൽ റൈഡേഴ്സിന് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതി തുടങ്ങിയതാണ്. നല്ലൊരു മനുഷ്യനാട്ടോ. കാരണം നമ്മളിക്കാരന് ഒരു എസ് ക്ലാസ് ബെൻസ് ഒക്കെ ഉണ്ട്, പൈസക്ക് വേണ്ടിയിട്ടല്ല. അത് മാത്രല്ല യാസിനെ, നമുക്ക് ഇവിടെ ഫസ്റ്റ് എത്തിയ സമയത്ത് തന്നെ ആള് പറഞ്ഞേ നിങ്ങൾ 2-ാം തീയതി ഇവിടുന്ന് പോയാൽ മതി എന്നാ പറഞ്ഞത്. കുറെ ദിവസം കഴിഞ്ഞു. വേറൊരു കാര്യം കാണിക്കാൻ പറഞ്ഞു. ഈ വലിയ വണ്ടീന്റെ ഇടയ്ക്ക് ചെറിയ കുട്ടി വണ്ടി വണ്ടി ഇവിടെ കിടന്നിട്ട് സങ്കടം പറയുന്നുണ്ടായിരുന്നു. എടാ ഇത് ആരും ശ്രദ്ധിച്ചില്ല, ഇത് ലക്ഷക്കണക്കിന് വിലയുള്ള വണ്ടിയാണ്. അതെ, പിന്നെ ഇതും അങ്ങേരുതാട്ടോ. മോട്ടോർക്ക് അങ്ങേരുതാണ്. ആകണ ഒരു ഇന്റർസെപ്റ്റർ ഉണ്ട്, അത് അങ്ങേരുതാണ്. ഡൊമിനാർ ഉണ്ട്, അത് അങ്ങേരുതാണ്. എക്സ്പൾസ് ഉണ്ട്, അത് മൂപ്പരുതാണ്. എല്ലാ വണ്ടിയും മൂപ്പരുതാണ്ടതാ. ഇത് കണ്ട നമ്മളെ കേരളത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കേരളത്തിന് നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ എഴുതി വെച്ചാണ് മൈ ഹാപ്പിനെസ് ഈസ് ഹോംലെസ് ടുഡേ. അത് വലിയൊരു സംഭവം തന്നെ കേട്ടോ. അത് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം മൊത്തം മാറ്റി വെക്കുന്നത്. ഓല് ഹാപ്പി ആയിട്ട് ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ കോടീശ്വരന്മാരാണ്. പക്ഷേ ഇവർ കിടക്കുന്നത് നമ്മൾ കിടക്കുന്ന പോലത്തെ തന്നെ ഈ സെറ്റപ്പിൻ്റെ ഉള്ളിൽ. അവർക്ക് വലിയ ഫ്ലാറ്റ് എടുത്ത് ജീവിക്കുക. നമുക്കിപ്പോൾ വീട്ടിലാണെങ്കിൽ എനിക്ക് യാസീനും വീട്ടിലിരുന്നിട്ട് ഉമ്മനെയും ഇപ്പനെയും സോപ്പിട്ട് ഫുഡ് അടിച്ച് കഴിയുക. പക്ഷെ നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ കുറച്ച് കഷ്ടപ്പെടണം, എന്നാലേ നമ്മളെ ആഗ്രഹങ്ങളിലോട്ട് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നാൽ അത് നമ്മളെ തന്നെ കുറ്റം പറയേണ്ട കാര്യമുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു പൊളിക്കണം അല്ലേ. അപ്പോൾ പവറായിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഗൈസ്, ഞങ്ങൾ വരുന്ന വഴിക്ക് നിർത്തിയതാണ്. ചൂടെന്ന് വെച്ചാലുണ്ടല്ലോ പീച്ചനി भैया फ्रेंड हाँ इसके हाँ थोड़ा पीछे ओके. പുള്ളിക്കാരൻ വന്ന അവിടെ ഇതിലിടുന്നു സെൻട്രൽ സ്റ്റാൻഡിൽ. നമ്മൾ വന്ന് സെൻട്രൽ സ്റ്റാൻഡ് ഒന്നുമില്ല വണ്ടിക്ക്. ടീക്കേ അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയ ഒരു രക്ഷയില്ലെന്നല്ല പറഞ്ഞാൽ ചൂട് എന്ന് പറഞ്ഞാണ്ടല്ലോ പെരും ചൂട്. എങ്ങനെയുണ്ടാ ചൂട്? ബ്രീത്തബിൾ ടീഷർട്ട് മാത്രം ഉള്ളിലിട്ട് ഇത് തൊട്ട് നോക്കി.
വേർക്കുന്നുണ്ട്. ഒരു ടീഷർട്ട് മാത്രം വന്ന ചൂട് ദാഹിച്ച് വയ്യ. നിങ്ങൾ നോക്കുമെന്നറിയാവോ, ദാഹിച്ചിട്ട് വയ്യാടാ. ആ തൊണ്ടയിലെ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോലെ. ഇതിപ്പോ കടയും കുറവാ. മാത്രല്ല നല്ല ഡീഹൈഡ്രേഷൻ ആണോ എടാ, എന്ത് ചൂടാടാ ഇത്. നമ്മള് ഹെൽമെറ്റ് ഇട്ടുകൊണ്ടാണ് നമ്മക്ക് മുഖത്ത് അറിയാത്ത. ഫുൾ ഗ്ലാസ് ഇട്ടിട്ടാണല്ലോ പോകുന്നത്. ലഗേജ് എല്ലാം കയറിയിട്ട് വണ്ടിയും വലിയുന്നില്ല. അതെ, ഇടയ്ക്ക് മിസ്സിംഗ് ആണോ വണ്ടി? അല്ല നീ കറക്റ്റ് വരുന്നുണ്ട്. അപ്പൊ എന്താ ഉള്ളത് നോക്കി കുടിച്ചിട്ട് പോവല്ലേ. നമ്മള് കണ്ട് ഇവിടെ വന്ന് യാസിം വ്ലോഗ്സ് ഇങ്ങോട്ട് വന്ന് വണ്ടി ഒതുക്കിയപ്പോഴത്തേക്കും കുറെ ഡ്യൂക്ക്, ഞാൻ വെച്ച് നമ്മൾ ഡ്യൂക്ക് കണ്ടോണ്ട് വന്നേന്ന് ആദ്യം വിചാരിച്ചു 200 കണ്ടോണ്ട്. പക്ഷെയാണ് പുള്ളി നേരെ വന്നിട്ട് യാസിൻ എന്ന് പറഞ്ഞ് നേരെ ഇതാണ് പുള്ളിക്കാരൻ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ നമുക്ക് സബ്സ്ക്രൈബർ ആണ്. വീഡിയോയിൽ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആള് പറഞ്ഞ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണും, എന്തായാലും ഒരിട്ട് കാണും. അത് അങ്ങനെ വിൽ യു മീറ്റ് സംവെയർ എന്നാ ഞാൻ പറഞ്ഞ കമന്റ് ഇട്ടു. അപ്പൊ യു ഷുവർ നീ കമന്റ് ഇടുകയും ചെയ്ത്. ഓക്കെ, My home boy. Okay, okay. അപ്പൊ ആളെ ഹോം ടൗൺ തന്നെ കേട്ടോ. ഇവിടെ കോവിഡ് കാരണം ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലോസ് നോ. Close till 15 May. 15 മെയ് വരെ ഫുള്ള് ക്ലോസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എസ്കേപ്പ് ആകുന്ന ഏറ്റവും നല്ലത്. ഇനി റോഡും കൂടി ക്ലോസ് ആയാൽ നമ്മളിവിടെ പെട്ട്. Okay, you can see the video tomorrow. Like, subscribe. Okay, tomorrow 7 p.m. Tomorrow 7 p.m. Yes, 7 p.m. Subscribe. The video will come. Okay. Thank you. Okay bro. Thank you. അടിപൊളി മനുഷ്യൻ കേട്ടോ. ഓൻ അതിലെ പോയിക്കൊണ്ടിരിക്കുന്ന അവൻ തിരിച്ചിവിടെ വന്ന് നമ്മൾ മീറ്റ് ചെയ്ത് പോയി. ഗൈസ്, ഞങ്ങള് ഗുവാഹത്തിയിൽ നിന്ന് അടിക്കാൻ പറഞ്ഞപ്പോൾ എണ്ണ അടിക്കാൻ പറഞ്ഞിട്ട് ഇവന്മാർക്ക് അഹങ്കാരം. ഞങ്ങളത് ഹീറോ ആണ്, മൈലേജ് 70 ആണ്. ഇപ്പൊ എണ്ണയും കഴിഞ്ഞ് എന്തുവാടാ എന്താ എണ്ണ കഴിഞ്ഞില്ലേ? കാറ്റ് കൊള്ളാൻ നിർത്തിയാ? നന്നായിരിക്കുന്നു. എത്ര തള്ളണോ? ആ, അത് കഴിഞ്ഞ് ഒരു പമ്പില്ല, 58 കിലോമീറ്റർ ഓടി. എന്ത് ചെയ്യാ, തള്ളിയാലോ നടത്തുവോ? 3 കിലോമീറ്ററാ? വരുന്നുണ്ട്. അപ്പം ഇനി 3 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വേണം എണ്ണ മേടിച്ചിട്ട് വരാൻ. ഇത്രയും വലിയ ഹൈവേയിൽ എണ്ണ ഇല്ലാതെ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, നാണക്കേടാടാ. മനസ്സിലായി, ഞാൻ പറഞ്ഞു. ഗൈസ്, അപ്പോൾ നമ്മളതാക്കട്ടെ പെട്രോളൊക്കെ വാങ്ങി ഇവിടെ എത്തിയിട്ടോ. നമ്മൾ വണ്ടി ഇവന്മാരെ കാണുന്നില്ല. ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയി. അപ്പോൾ എന്നെ നോക്കിയാലും പറയാം ഞങ്ങളിവിടെ പാസ് ചെയ്ത് പോയി. ഇവന്മാർ ഇവിടെ ഫുൾ വൻ ലഗേജ് അയക്കലും കെട്ടലും പച്ചക്കറിയൊക്കെ തൂങ്ങിപ്പോയിട്ടോ. ഈ അവസ്ഥ നോക്കി എല്ലോനും ഇറങ്ങി ജാക്കറ്റൊക്കെ അയച്ച് മാറ്റി ചൂടെടുത്തിട്ട് എന്നാ ചൂടാന്നറിയോ ഇവിടെ. അബിയേ ചൂടെങ്ങനെയുണ്ട്? നല്ല സുഖമില്ലേ? എല്ലാവരും ജാക്കറ്റൊക്കെ അയച്ചു. എടാ ഇന്ന് ഇവിടെ സെറ്റായാലോ? ഓടില്ലേ? സിലിഗുരി സീതാ 100 സംതിങ് ഉണ്ട്, 190 അങ്ങനെ എന്തോ. ഇത്രയും ചൂടത്ത് തെർമൽ ലൈനറും എല്ലാ സാധനവും ഇതാകില്ല. വിന്റർ ലൈനർ ആണ് ഇത്, തെർമൽ ലൈനർ അടിയിലുണ്ട്, റെയിൻ ലൈനർ, എല്ലാ ലൈനറും ഉണ്ടാ. എല്ലാ ലൈനറും ഇട്ടാ ഓടിച്ച ആ മഹാ വ്യക്തി ഇവനാണ് കേട്ടോ. നാട്ടില് വയനാട്ടുകാരെ സ്പെഷ്യൽ സാധനമായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ അവിടെ ഒരു സ്കൂൾ കണ്ടിട്ടുണ്ട്. ആ സ്കൂളൊന്ന് പോയേക്കാം. ഈ ഗ്രാമത്തിലുള്ള സ്കൂളാട്ടോ. ഇതൊരു ഹള്ളി, ഹൈവേന്റെ സൈഡിലുള്ള ഒരു ഹള്ളി. ഇതെന്താ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ആസാം. ഞങ്ങളിപ്പോൾ ആസാം തന്നെയാണുള്ളത്. ഇനി വെസ്റ്റ് ബംഗാൾ ബോർഡർ കടക്കണം. ബോർഡർ എത്താനായിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ ആസാം കഴിയും. അതോടെ നോർത്ത് ഈസ്റ്റിനോട് വിടുകയാട്ടോ. ഇവിടുത്തെ ചെറിയൊരു സ്കൂളാണിത്. 1958 ഉണ്ടാക്കിയതാട്ടോ ഇത്. എൻ്റെ പൊന്നോ, ഇതെന്തുവാ പരിപാടി എന്ന് നോക്കട്ടെ. സ്കൂൾ തന്നെ ആണോ ഇത്? ഒരു സംശയം. ഇത് ഇവിടുത്തെ എന്തോ ഒരു സംഘടനൻ്റെ എന്തോ ആണോ? ഈ സംഭവം കണ്ടിട്ട് സ്കൂൾ തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ.
സ്കൂൾ റൂം ഇതാക്കണം. ഈ ചെറിയ കുട്ടികൾക്ക് ഇവിടെ കുറച്ച് കുട്ടികളുണ്ടാവും. അവിടെ മൊത്തത്തിൽ എത്ര കുട്ടികളുണ്ടെന്നുള്ള ഇതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ചെറിയൊരു സ്കൂള്. എൻ്റെ പൊന്നോ, ഈ ഗ്രാമത്തിൽ ആകെ കുറച്ച് പേരെ ഉണ്ടാവുന്നുണ്ട്. അവർക്കുള്ള സ്കൂളാണ്. ഇപ്പോൾ പൂട്ടിയിട്ടാ. ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആണോ അല്ലെങ്കിൽ ഇവർക്ക് എന്തോ കോവിഡിൻ്റെ ലീവാണോ ഒന്നും അറിയില്ല കേട്ടോ. ചെറിയ സ്കൂൾ, ഒന്നും പറയാനില്ല. ആകെ ഒരു 10-30 കുട്ടികൾക്ക് പഠിക്കാൻ ഉള്ള സൗകര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ സ്കൂൾ എന്നോ തുടങ്ങിയിട്ടുണ്ട്. 1900 എത്രയോ ആണെന്ന് തോന്നുന്നു. ഇത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് 1958. പഴയ കാലത്തുള്ള സ്കൂളാട്ടോ. ഇത് 1958 തുടങ്ങിയ സ്കൂളാണ്. നമ്മൾ ബൈക്ക് ഇതാക്കണം. അവിടെ ഒരു തണലത്ത് സൈഡാക്കിയിട്ടിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. നോമ്പ് നോക്കാനൊന്നും വിചാരിക്കാൻ പോലും പറ്റില്ല നോമ്പ് നോക്കുന്ന കാര്യം. പിന്നെ ഇവിടെ കോവിഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. അധികം ഗ്രാമങ്ങളുടെ ഉള്ളിലോട്ടൊന്നും നമുക്ക് ഇറങ്ങി ചെല്ലാനും പറ്റില്ല. അവിടെ ഫുള്ള് ലോക്ക്ഡൗണും ആണ്. സ്കൂളുകൾ കോളേജുകളെല്ലാം അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സിലിഗുരിക്ക് എത്താനായി. പക്ഷെ ഇവിടെ ഒരു ഭൂട്ടാൻ ബോർഡർ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു തെളിവാണ് ഇതുണ്ടോ. ഇത് ഭൂട്ടാൻ വണ്ടിയാണ്. BP55A0444 ഈ വണ്ടീൻ്റെ നമ്പർ. അവിടുത്തെ നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ, റെഡ് കളറിൽ വൈറ്റിൽ എഴുതിയിട്ടുണ്ടാവും. തൊട്ട് മുന്നിലൊന്ന് കൂടി ഉണ്ട്, അത് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതടുത്ത് ആണോ? 40 കിലോമീറ്റർ കൂടി ഉള്ളത് ഭൂട്ടാൻ്റെ ബോർഡർ. പക്ഷേ നമ്മളെ കയറ്റി വിടൂല. അതാ മുന്നിലുള്ള ലോറിയൊക്കെ ഭൂട്ടാനാ. ഇത് ഭൂട്ടാനാണ്. മുന്നത്തെ ലോറി ഭൂട്ടാനാണ്. അതിൻ്റെ മുന്നിൽ എല്ലാം ലോറി ഭൂട്ടാനാണല്ലോടാ. ഞാൻ അതിൻ്റെ ഉള്ളത്തെ ആൾക്കാരെ നോക്കിയില്ല. ഇപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടപ്പോൾ കറക്റ്റ് ഭൂട്ടാനി ലുക്ക് ഉണ്ട്. ഞങ്ങൾ സിലിഗുരി എത്താൻ ഇനി ഏകദേശം 60 കിലോമീറ്റർ ഇല്ലടാ. അതായത് ഞാൻ ഈ ക്യാമറ ഇപ്പോൾ ഓണാക്കാൻ വിചാരിച്ചില്ലായിരുന്നു. പിന്നെ ഇനി ആരെങ്കിലും സിലിഗുരിയിൽ നിന്ന് ഗുവാഹട്ടിയിലോട്ട് പോവുകയാണെങ്കിൽ 4 ലൈൻ റോഡ് എടുക്കരുത്. ആദ്യം NH31C ഈ റോഡ് എടുത്തോ. കിഡു റോഡാണ്. ഞങ്ങളിപ്പോൾ പകുതി ഓടിയിട്ടുള്ളൂ. പക്ഷേ ഇതുവരെ കിഡുവാണ്. അതന്നെ ഗുവാഹത്തിയിൽ നിന്ന് സിലിഗുരിയിൽ നിന്ന് ഗാങ്ടോക്ക് റോഡിലോട്ട് കയറിയിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഗുവാഹത്തിയിലോട്ടുള്ള റോഡ്. ഗൈസ്, ഇന്നത്തെ സ്റ്റേ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട്. പടച്ചോനെ എടുത്തിനിപ്പോൾ എൻ്റെ മയ്യ തീർക്കണ്ടേ തന്നെ. കാക്ക വേ പോയി. ഇന്നിവിടെ ഫസ്റ്റ് ഒരു കട ദാബയെ കയറി ചോദിച്ച് നല്ല കിഡിലൻ ദീദി. ഈ കാണുന്ന ദീദി, ഈ പ്രായം കുറഞ്ഞ ദീദി അല്ല, കുറച്ച് പ്രായം കൂടിയ ദീദി. ഈ ദീദി ഹലോ കേട്ടില്ല, ചമ്മി. ദീദി കിഡിലനാണ്. ദീദി പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. ഈ ഒരു ഗ്യാപ്പിൽ സെറ്റ് സ്ഥലം. ഇത് മതിയായിരിക്കില്ലയോ? എവിടെ അടിക്കൂടാ? എവിടെ അടിക്കും? ഇവിടെ അടിക്കും അങ്ങനെ പറഞ്ഞ ദീദി. ഓക്കെ, അതിൻ്റെ ഉള്ളിലോ ആ സ്ഥലോ അതാകുമ്പോൾ സെറ്റായിരിക്കും. ടെൻ്റ് അടിക്കാൻ കിട്ടിയ സ്ഥലം. ഇനിയിപ്പോൾ ടെൻ്റ് അടിച്ച് ഇവിടെ ഫുഡ് ഉണ്ടാക്കണം. കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പോൾ ഓക്കെ ഡൺ. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും കാണുന്നുണ്ടോയെന്നറിയില്ല. ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യമായിട്ടാണ് റൈഡിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത്. അതായത് ഇവന്മാർ രണ്ടും പുലിക്കുട്ടികളാണ്, ലാലുവും കുരുടിയും. അപ്പോൾ ചോറ് വെച്ച്. പക്ഷെ ഇതിന് എന്താ പ്രശ്നം പറ്റി? എന്താ കുക്കറിന്റെ വാഷർ പോയി. അല്ല, ഇത് പൊട്ടിത്തെറിക്കൂലല്ലോ. പക്ഷെ വേവൂല. ഓക്കെ. പിന്നെ അതുപോലെ ഗൈസ് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എടുത്ത വീഡിയോയിൽ 5 മിനിറ്റ് ഞാൻ മൈക്ക് കുത്തിയെന്ന് വിചാരിച്ചിട്ട് സംസാരിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിൽ ഞങ്ങൾ നോമ്പ് എടുത്തിട്ടില്ല എന്നുള്ള കേസ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം കുടിക്കുന്ന വീഡിയോ ഒക്കെ സൗണ്ട് ഉണ്ട്. അപ്പം നോമ്പ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദിവസം ചൂട് കാരണം നോമ്പ് എടുക്കുന്നില്ല. ക്യാമറയിൽ എന്തോ ഉണ്ട്, എന്താ അറിയാം.
വൻ ചൂട് കാരണം നോമ്പ് എടുക്കുന്നില്ല. അപ്പം എല്ലാ ദിവസവും നൈറ്റ് മാത്രം ഫുഡ് ഉണ്ടാക്കുക. ഈ ഒരു ഫുഡ് നാളെ രാവിലത്തേക്കും ചോറുണ്ടെങ്കിൽ അങ്ങനല്ലേ പ്ലാൻ? അങ്ങനെ പോരെ? അത് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം കുക്ക് ചെയ്യാൻ. പിന്നെ പരിപ്പിനുള്ള ഉള്ളി തക്കാളി അധികം ഐറ്റംസ് ഉള്ളി തക്കാളി മാത്രം, അതായിരിക്കും നമ്മളെ ജീവൻ മസാല കാര്യങ്ങൾ. ഭീകരന്മാരെന്നെ. പിന്നല്ല, ഇമ്പോർട്ടർ ഫ്രം കേരള. കാണിച്ചു കൊടുക്കുക. നമ്മളെ പൊളിച്ചെടുപ്പാണ്. ഇപ്പൊ നമ്മൾ നിശാലിന്റെ ഒക്കെ, നമ്മളെ നിശാലില്ലേ മുടിയന്റെ ഒക്കെ ഗ്യാസ് നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതാണല്ലേ അതാണ് ഈ ഗ്യാസ്. ഇവരെ ഗ്യാസ്. ഈ ഗ്യാസ് മാറ്റിയിട്ട് നാളെ നമ്മള് 5 ലിറ്ററിന്റെ വലിയ കുക്കർ വാങ്ങിയിട്ട് ഇവിടെ സ്ഥാപിക്കും. ഈ ഗ്യാസ് നമ്മള് ഒന്നെങ്കിൽ ഇത് കളയേണ്ടി വരും. കളിയാണെങ്കിൽ വേറെ പ്രശ്നം വരും. അതെന്തിനാ കളയണേ? ഇത് വെക്കാൻ സ്ഥലമില്ല. എല്ലാവർക്കും കൊടുത്താ പോരെ? ആർക്കാ കൊടുക്കുക? നിന്റെ തലയിൽ വെച്ചിട്ടുണ്ട്. അല്ല, പാവപ്പെട്ടവർക്കും കൊടുക്കാം. അത് വേണം. അങ്ങനെ നമ്മൾ ലോറിക്കാർക്ക് അറിയാൻ കൊടുക്കാം. കാരണം ഇത് ലോറിക്കാർ ഫുള്ള് ഗ്യാസാ. ഇതെന്താ? ഇത് ഡീസൽ മണ്ണെണ്ണ. ഇത് ടൈം എടുക്കും. പിന്നെ നമുക്ക് അവര് 2 പേരായ സമയത്ത് അവർക്ക് ഒരു കുക്കർ ഓക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ 6 പേരുള്ളവരോ വലിയ കുക്കർ വേണം. പിന്നെ 4 പ്ലേറ്റ് 2 സെറ്റ് ആയിട്ട് വെക്കണം. നാളെ അപ്പൊ സിലിഗുരിന്ന് എല്ലാ സാധനങ്ങളും ലൈറ്റ് കറക്റ്റ് അല്ല. 2 സെറ്റ് ആയിട്ട് നമ്മള് ചോറ് വെക്കണം. അത് ഈ കുക്കറിൽ തന്നെ വേണം ചോറ് മാറ്റിയിട്ട് വേണം കറിയും വെക്കാൻ. അപ്പൊ അതില് നല്ല ഈ കുക്കറിന്റെ ഇതും വെച്ചിട്ട് ഇന്നത്തെ കറി ഉണ്ടാക്കാം, മറ്റേല് ചോറും ഉണ്ടാക്കാം. എല്ലാ ഷെഫ് പറയുന്നത്. വേറെ കാര്യമുണ്ട്. നമ്മള് നാട്ടില് ഉമ്മ അടുക്കളയിൽ കയറിയിട്ട് പറയും ഇവിടെ പാത്രങ്ങൾ കുറവാണെന്ന്. മോള് നോക്കി അട്ടിക്ക് നിരത്തി വെച്ചിട്ടുണ്ടാവും. നമ്മള് കുക്ക് ചെയ്യുന്ന നമ്മളെ ഉമ്മമാരൊക്കെ ഒന്ന് കാണണം. ആകെയുള്ള സാധനങ്ങൾ ഇതാ. ഒരു ഫ്രൈ പാൻ ഉണ്ട്, വേറൊരു പൊരിക്കുന്ന ഓംപ്ലേറ്റ് അടിക്കുന്ന ഒരു സാധനം ഉണ്ട്, ഒരു കുക്കറും ഉണ്ട്, ഒരു ഗ്യാസും ഉണ്ട്. അതുമലാണ് നമ്മൾ ഇനി മുന്നോട്ടുള്ള ജീവിതം. എവിടെ വരെ എത്തുന്നൊന്നും അറിയില്ല. നമ്മ കുറച്ച് സാധനങ്ങൾ എന്തായാലും മേടിക്കണം കേട്ടോ. ഓക്കെ, എന്നാലേ ഞാൻ പോട്ടെ, എഡിറ്റ് ചെയ്യാൻ പോട്ടെ. ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ മതി. ഇവരോട് ഞാൻ സംസാരിച്ചോളാം, കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത ദീദീനൊക്കെ ഞങ്ങൾ നാളെ നിൽക്കേ. ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യുന്ന വേറെ സ്ഥലത്താണ്. ഞങ്ങളവിടെ കറണ്ടില്ല. എൻ്റെ മോൻ കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഒരു മിനിറ്റ്. ഇപ്പം എൻ്റെ മോൻ കാണുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്കൊരു ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടുത്തെ പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഭയ്യ ആപ്കാ നാം? റാണ. പുള്ളിക്കാരനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത്. പുള്ളിക്കാരൻ പിന്നെ മൂപ്പരെ ധാബയിൽ കയറിയിട്ട് ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തോളാൻ പറഞ്ഞ്. അപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ ഫയലിന് സൗണ്ട് ഇല്ലാത്തതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തന്നെ പറയുന്നു, വലിയ സെറ്റപ്പ് ഇല്ലാത്തൊരു വീഡിയോ ആയിരിക്കും. കാരണം 3 ദിവസമായിട്ട് അവിടെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഞങ്ങൾ 3 ദിവസം അവിടെ നിന്നിരുന്നു. അങ്ങനെ ഒരു കൊയഞ്ഞൊരു വീഡിയോ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? അപ്പം നാളെ ഇതൊക്കെ പരിഹരിച്ച് കിടിലം വീഡിയോ ആയിട്ട് വരാം. ഇന്നൊന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഇന്ന് എനിക്ക് തീരെ ഒന്നാമത് വയ്യ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ എനിക്ക് വിഷമമായ കാര്യം, ഞങ്ങൾ ഗുവാഹത്തിയിൽ ആരെങ്കിലും നോമ്പുറക്കുമെന്ന് വിളിച്ച് ആരും വിളിച്ചില്ല. തോർക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു നോമ്പുറക്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും വിളിച്ചില്ല. സാരമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് പിന്നെ ഡൽഹി സൈഡിലോട്ടാണ്. അപ്പം ഇവിടെ ഗോരഖ്പൂരോ പിന്നെ ഡൽഹിയിലോ ബീഹാറിലോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.